മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवती हे चण्डमुण्डार्पिणी निःशेषीकृतरक्तबीजजनुजे नित्ये निसुम्भापहे सुम्भध्वंसिनि संहराशु दुरितं दुर्गे നമസ്തേംബികേ. ദേവീമാഹാത്മ്യത്തിൽ സുംഭനിസുംഭന്മാരെയും വധിച്ചതിന് ശേഷം ദേവന്മാര് ദേവിയെ സ്തുതിക്കണതാണ് പ്രകൃതം. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. കുറേ അധികം ശ്ലോകങ്ങളിൽ നാരായണി നമോസ്തുതേ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ ഒറ്റ ഇതാണ്, സംബോധനയാണ്. ശരണാഗതന്മാർക്ക്, ശരണം പ്രാപിക്കുന്നവർക്ക്, ദീനന്മാർക്കും ശരണാഗതന്മാർക്കും ദീനന്മാർക്കും അവരെയെല്ലാം പരിത്രാണം ചെയ്യുന്നതിൽ, സംരക്ഷിക്കുന്നതിൽ പരായണേ തൽപരയായിട്ടുള്ള അല്ലയോ ദേവി. സഹായത്തിനായിട്ട് എത്തുന്നതായിട്ടുള്ള ആ ദീനന്മാരെയും ആർത്തന്മാരെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് താല്പര്യം കാണിക്കുന്ന അല്ലയോ ദേവി. സർവസ്യ ആർത്തിഹരേ, നീ അങ്ങനെയല്ല, എല്ലാവരുടെയും ആർത്തിയെ ഇല്ലാണ്ടാക്കണു എന്നുള്ളതാണ്. എല്ലാവരുടെയും ദുഃഖങ്ങളെ ശമിപ്പിക്കുന്നതായിട്ടുള്ള സർവസ്യ ആർത്തിഹരേ, എല്ലാവരുടെയും ആർത്തിയെ ശമിപ്പിക്കുന്നതായിട്ടുള്ള അല്ലയോ ദേവി നാരായണി നമോസ്തുതേ, അല്ലയോ നാരായണി തേ നമസ്തേ. ഭഗവതിക്ക് അങ്ങക്ക് നമസ്കാരം ഭവിക്കട്ടെ, ഞാൻ നമിക്കുന്നു എന്നർത്ഥം. ഹംസയുക്ത വിമാനസ്ഥേ ബ്രഹ്മാണീ രൂപധാരിണീ കൗശാംഭ പാവികേ ദേവി നാരായണി നമോസ്തുതേ. ഇനി ഓരോരോ ശ്ലോകങ്ങളിലായിട്ട് സപ്തമാതാക്കളെ പറയുണ്ടായി. ഓരോരോ ദേവന്മാരുടെയും ശക്തി ദേവിയിൽ ചെന്ന് ഉണ്ടായതായിട്ടുള്ള ബ്രഹ്മാണി, മാഹേശ്വരി, വൈഷ്ണവി തുടങ്ങിയതായിട്ടുള്ള 7 മാതാക്കള്. ഈ മാതാക്കളൊക്കെ യുദ്ധത്തിൽ സഹായിച്ചതായിട്ടാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഓരോരോ മാതാക്കളുടെയും രൂപത്തിലുള്ളതായ ദേവിയെ പ്രത്യേകിച്ച് നമസ്കരിക്കുകയാണ്. അവർക്ക് നമസ്കാരം. ആ ദേവിക്ക് തന്നെ ഈ ഓരോരോ രൂപത്തിലുമുള്ളതായിട്ടുള്ള ദേവിക്ക് എല്ലാം ദേവിയുടെ രൂപം തന്നെയാണ്. ഈ ദേവന്മാരുടെ ശക്തികൾ ഉണ്ടായിരുന്നു എങ്കിലും ഒക്കെ ദേവിയുടെ രൂപം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ദേവിക്ക്, ഓരോരോ രൂപത്തിലുമുള്ളതായിട്ടുള്ള ദേവിക്ക് പ്രത്യേകം നമസ്കാരം പറയണു. ആദ്യം ബ്രഹ്മാണി ദേവിയെ ആണ് പറയണത്. ഹംസയുക്ത വിമാനസ്ഥേ ബ്രഹ്മാണി രൂപധാരിണി കൗശാംഭപ്പാവികേ ദേവി നാരായണി നമോസ്തുതേ. ഹംസയുക്ത വിമാനസ്ഥേ, ഹംസങ്ങള്, അരയന്നങ്ങള് ഇതായിട്ടുള്ളതായിട്ടുള്ള വിമാനത്തിലാണ് ദേവിയുടെ, ബ്രഹ്മാവിൻ്റെ ഹംസവാഹനാണ് ബ്രഹ്മാവ്. അതേമാതിരി ദേവിയും ബ്രഹ്മാവിൻ്റെ ശക്തി ആയിട്ടുള്ളതായിട്ട് ദേവിയിൽ എത്തിച്ചേർന്നതായിട്ടുള്ള ആ ദേവിയും ഹംസവാഹനത്തോടു കൂടിയതാണ്. അതാണ് ഹംസവാഹന ഹംസയുക്ത വിമാനസ്ഥേ, ഹംസത്തോടു കൂടിയ വിമാനത്തിൽ വർത്തിക്കുന്നതായ ബ്രഹ്മാണീരൂപധാരിണി, ബ്രഹ്മാണിയുടെ രൂപം ധരിച്ചിരിക്കുന്നതായ കൗശാംഭപ്പാവികേ, കുശം ച ദർഭപുല്ല്, ആ ദർഭപുല്ല് ചേർത്തതായിട്ടുള്ള ജലം അതുകൊണ്ട് തളിച്ച് പാവനം ചെയ്യുന്നതായിട്ടുള്ള അല്ലയോ ദേവി. അപ്പം അങ്ങനെയാണ് ബ്രഹ്മാവിൻ്റെ ഇതിലുള്ളതായിട്ടുള്ള കുണ്ടലിനിയുള്ളതായിട്ടുള്ള വെള്ളം കൊണ്ട് ജപിച്ച് തളിക്കുമ്പോൾ ഒക്കെ ശുദ്ധാവും എന്നുള്ളതാണ്. അതേമാതിരി ബ്രഹ്മാണിയുടെ, ഈ ബ്രഹ്മാണിയുടെ കയ്യിലും അതാ ബ്രഹ്മാണി രൂപം പറഞ്ഞപ്പോൾ അവിടെ ആ ഇത് ജലപാത്രം കയ്യിൽ ധരിച്ചും കൊണ്ടാണ് എന്ന് പറയുണ്ടായി. അപ്പം അവിടെ ഈ വെള്ളം തളിച്ചിട്ട് അസുരന്മാരെ മുഴുവൻ നശിപ്പിച്ചതായിട്ടും പറയുണ്ടായി. അപ്പം അങ്ങനെ ആ കൗശാംഭം കൊണ്ട്, കൗശത്തിലുള്ളതായിട്ടുള്ള ആ കുശം കൊണ്ട് പൂതമായിട്ടുള്ള പാവനമായി തീർന്ന ജലം തളിച്ച് എല്ലാവരെയും പൂതമാക്കുന്നതായിട്ടുള്ള അല്ലയോ ദേവി, പാവനമാക്കുന്നതായിട്ടുള്ള ദേവി. കൗശാംഭ പാവികേ ദേവി നാരായണി നമോസ്തുതേ, നാരായണിയെ നമസ്കരിക്കുന്നു. ഇനി ചന്ദ്രാഹിധരേ മഹാവൃഷഭവാഹിനി മാഹേശ്വരി സ്വരൂപേണ നാരായണി നമോസ്തുതേ. ഇനി മാഹേശ്വരി രൂപത്തിലുള്ളതായിട്ടുള്ള ദേവിയെ നമിക്കുന്നു.
ത്രിശൂല ചന്ദ്രാഹിധരേ, ത്രിശൂലം ഭഗവാന്റെ കയ്യിലുള്ളതായിട്ടുള്ള ആ ത്രിശൂലം. അതുമാതിരി ചന്ദ്രനെ ധരിച്ചിട്ടുണ്ട് ദേവി, ശിവൻ. അതുമാതിരി നാഗങ്ങൾ ആഭരണങ്ങളായിട്ടുണ്ട് മഹേശ്വരന്. അതുപോലെ മാഹേശ്വരി ദേവിക്കും ഇങ്ങനെ തന്നെയാണ്. ത്രിശൂലം കയ്യിലുണ്ട്, ചന്ദ്രൻ ശിരസിലുണ്ട്, പാമ്പുകൾ ആഭരണങ്ങളായിട്ടുണ്ട്. അതാണ് ത്രിശൂല ചന്ദ്രാഹിധരേ മഹാവൃഷഭവാഹിനി, മഹാവൃഷഭമാകുന്ന വാഹനത്തോടു കൂടിയവൾ. വൃഷഭം കാള, വലിയ കാളയാകുന്ന വാഹനത്തോടു കൂടിയതായ ദേവി. മാഹേശ്വരീ സ്വരൂപേണ, പ്രകാരം മാഹേശ്വരിയുടെ സ്വരൂപത്തോടു കൂടിയ അല്ലയോ ദേവി. നാരായണി നമോസ്തുതേ, അല്ലയോ നാരായണി നമോസ്തു തേ, തേ നമഃ അസ്തു, അങ്ങയ്ക്ക് നമസ്കാരം. മയൂരകുക്കുടയുതേ മഹാശക്തിധരേ നഖേ കൗമാരീ രൂപസംസ്ഥാനേ നാരായണി നമോസ്തുതേ. ഈ കൗമാരി രൂപത്തിലുള്ളതായിട്ടുള്ള ദേവിയെയാണ്. കൗമാരൻ ച കുമാരൻ്റെ ശക്തി, സുബ്രഹ്മണ്യൻ്റെ ശക്തിയോടുകൂടിയതായിട്ടുള്ള ദേവിയെ ആണ് അടുത്തത്. മയൂര കുക്കുടയുതേ, മയൂരം മയില്, കുക്കുടം കോഴി. ആ മയില് വാഹനമായിട്ടും കുക്കുടം കൊടിയടയാളായിട്ടും ഉണ്ട് ദേവിക്ക് എന്നുള്ളതാണ്. മയൂര കുക്കുടയുതേ, മയൂരം കുക്കുടം കോഴി ഇവയോടുകൂടിയവളും, ഒന്ന് വാഹനമായിട്ട് മറ്റത് കൊടി അടയാളമായിട്ട്. മഹാശക്തിധരേ, മഹാശക്തി വലിയതായിട്ടുള്ള ശക്തി വേല ധരിച്ചിരിക്കുന്നതായിട്ടുള്ള അല്ലയോ ദേവി. മഹാശക്തിധരേ, ശക്തി വേല് ധരിച്ചിരിക്കുന്നതായ അല്ലയോ ദേവി. അനഘേ, ദോഷരഹിതയായിട്ടുള്ള, ഒരു ദോഷങ്ങളും ഇല്ലാത്തതായിട്ടുള്ള, പാപങ്ങളൊന്നും ഇല്ലാത്തതായിട്ടുള്ള ദേവി അനഘേ. കൗമാരീ രൂപ സംസ്ഥാനേ, കൗമാരീ രൂപത്തിൽ, കുമാരൻ്റെ ശക്തിയായിട്ടുള്ള കൗമാരീ രൂപത്തിൽ വർത്തിക്കുന്നതായ അല്ലയോ ദേവി. നാരായണി നമോസ്തുതേ, നാരായണി നമോസ്തുതേ എന്ന്. ഇനി ശംഖചക്രഗദാശാർഗഗൃഹീത പരമായുധേ പ്രസീത വൈഷ്ണവീരൂപേ നാരായണി നമോസ്തുതേ. ഈ വൈഷ്ണവീ രൂപത്തിലുള്ളതായിട്ടുള്ള ദേവിയെ ആണ് അടുത്തതായിട്ട്. ശംഖചക്ര ഗദാ ശാർഗം, ശംഖം ചക്രം ഗദ ശാർഗം ച വാളാണ്. ശംഖചക്ര ഗദ ശാർഗം ഇവ ആയുധങ്ങളായിട്ട് സ്വീകരിച്ചിട്ടുള്ള. ഗൃഹീത പരമായുധേ, പരമായുധങ്ങളായിട്ട് ശ്രേഷ്ഠങ്ങളായ ആയുധങ്ങളായിട്ട് ഇവയെ സ്വീകരിച്ചിട്ടുള്ള. പ്രസീത വൈഷ്ണവീരൂപേ, വൈഷ്ണവീരൂപത്തിലുള്ളതായ അല്ലയോ ദേവി. പ്രസീത, പ്രസാദിച്ചാലും. നാരായണി നമോസ്തുതേ, നാരായണി അങ്ങയ്ക്ക് നമസ്കാരം എന്ന്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ.